അനുമോൾ ഇന്നലെ പാതിരാത്രിയിൽ രേണുവിനെ കയ്യോടെ പൊക്കി. രേണു തൊട്ടടുത്തിരുന്ന് പച്ചയരി വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചേച്ചി വയ്യേ, നിങ്ങൾ എന്തീ കാണിക്കുന്നേ? പച്ചരി തിന്നു, ഇങ്ങനെയൊന്നും ആരും തിന്നില്ല, അതും കളഞ്ഞ് ഇങ്ങും കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് രേണുവിൻ്റെ കയ്യിൽ നിന്ന് അരി മേടിച്ചിട്ട് അടുക്കള കൊണ്ട് ഇടുന്നുണ്ട്. എന്നിട്ട് അടുക്കള വെച്ച് ചോദിക്കുന്നു, രേണു ചേച്ചിക്ക് എന്താ പറ്റിയേ, എന്താ പ്രശ്നം, എൻ്റെ അടുത്ത് തുറന്നു പറ, എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ രേണു പറഞ്ഞിട്ടുണ്ട് ഇല്ലടി ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് വിശക്കുന്നുണ്ടോ തുറന്ന് പറ എന്ന് പറയുമ്പോൾ രേണു പറയുന്നുണ്ട് ഇല്ല വിശക്കുന്നൊന്നുമില്ല, ഇതിപ്പം വെള്ളം പിടിച്ചാൽ തീരാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട് വിശക്കുന്നുണ്ടല്ലേ, സത്യം പറ വിശക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ രേണു അതെ നീ വിശക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തന്നെ അനുമോൾ രേണുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചി എന്നാൽ അത് പറ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമുക്കെന്നാൽ കേക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് രേണുവിന് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് രേണുവിനെ ഉപദേശിക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ വിശക്കുമ്പോൾ ഇങ്ങനെ രാത്രിയിൽ പഞ്ചസാരയും അല്ലെങ്കിൽ പച്ചരി ഒന്നും അല്ല എടുത്ത് കഴിക്കേണ്ടത്, ഇങ്ങനത്തെ പരിപാടി ഇനി മേലാൽ ഇവിടെ കാണിച്ചേക്കല്ലോ കേട്ടോ, ഇവിടെ നല്ല ഇനി ഒരിടത്തും കാണിച്ചേക്കല്ലെന്ന് പറഞ്ഞ് അനുമോൾ ആ രേണുവിനെ ഉപദേശിച്ച് വിടുന്നുണ്ട്. മാത്രമല്ല ഇനി എപ്പോൾ വിശന്നാലും എന്നെ വിളിച്ചോണം എന്ന് പറഞ്ഞ് അനുമോൾ രേണുവിനൊരു വാക്കം കൊടുക്കുകയാണ്. മാത്രമല്ല കേക്ക് എടുത്ത് പറയുന്നുണ്ട്, ഈ കേക്കൊക്കെ എപ്പോൾ ഉള്ളു എടുത്ത് കഴിച്ചു, ഒരു കുഴപ്പമില്ല, നാളെ ഇതിൻ്റെ പേര് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ചേച്ചി നോക്കൊന്നും വേണ്ട, ചേച്ചി കേക്കൊക്കെ എടുത്ത് കഴിച്ചു എന്ന് അനുമോൾ അങ്ങ് പറയുകയാണ്. ഈ ഒരു സംഭവം എല്ലാം നടക്കുന്നത് അനുമോൾ അവിടെ വൻ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്. കാരണം കിറ്റ് പോയതിൻ്റെ പേരിൽ അവിടെ വൻ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അനുമോൾ. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്തത് അനുമോൾ. എന്തായാലും നിലവിൽ ബിഗ് ബോസിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.